നമുക്ക് കീബോർഡിൽ നമുക്ക് ആദ്യമേ പരിചയപ്പെടുന്നതിന് മുമ്പ് നമുക്ക് നോട്ട്സ് നോക്കണം. പലരും നോട്ട്സ് ഇങ്ങനെ എഴുതി വെച്ച് വായിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ വായിക്കരുത്, എഴുതി വെച്ച് വായിക്കരുത്. കാര്യം നമുക്ക് കണ്ടെത്താൻ നമുക്ക് എളുപ്പമുള്ളതാണ്. 7 നോട്ട്സേ ഉള്ളൂ. നമുക്ക് ABCDEFG എന്നുള്ള 7 നോട്ട്സേ ഉള്ളൂ സാധാരണ മ്യൂസിക്കിന്റെ കേസിൽ. അപ്പോൾ അത് നമ്മൾ ആദ്യമേ തന്നെ ഓർത്തിരിക്കണം. ഇങ്ങനെ 7 നോട്ട്സ് ആണ് നമ്മുടെ കീബോർഡിലുള്ളത്, അല്ലെങ്കിൽ ഏത് മ്യൂസിക്കിലും. ഇനി നമുക്ക് നമ്മുടെ കീബോർഡിന്റെ കേസിലേക്ക് നമുക്ക് വരാം. കീബോർഡിന്റെ കേസിൽ നമുക്ക് വരുമ്പോൾ കീബോർഡിലെ ബ്ലാക്ക് കീസിനെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് കീസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന 2 ബ്ലാക്ക് കീസ് ഒരു ഇടത്തിരിക്കുന്നു, പിന്നെ 3, 2, 3 ഇങ്ങനെ ഈ ഒരു പാറ്റേണിലാണ് നമ്മുടെ കീബോർഡിലെ കീസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 ബ്ലാക്ക് കീസ് എവിടെ വരുന്നുണ്ടോ നോക്കി കഴിഞ്ഞാൽ 5 ടൈംസ് 2 ബ്ലാക്ക് കീസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ 2 ബ്ലാക്ക് കീസ് എവിടെയെങ്കിലും വരുന്ന ഏതെങ്കിലും 2 ബ്ലാക്ക് കീസ് വരുന്നതിനെ നിങ്ങൾ പിക്ക് ചെയ്തിട്ട് അതിന്റെ ലെഫ്റ്റ് ബ്ലാക്ക് ചൂസ് ചെയ്തിട്ട് ആ ലെഫ്റ്റ് ബ്ലാക്കിയുടെ നേരെ താഴെ കാണുന്ന വൈറ്റ് വിളിക്കുന്ന പേരാണ് സി എന്നുള്ളത്. അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് സി എന്നുള്ള നോട്ട് എഴുതി വെക്കേണ്ട കാര്യമില്ല. 2 ബ്ലാക്ക്സ് ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. അതിന്റെ ലെഫ്റ്റ് ബ്ലാക്കിയുടെ നേരെ താഴെ കാണുന്ന വൈറ്റ് സി. സി കണ്ടെത്തി കഴിഞ്ഞാൽ സി കഴിഞ്ഞാൽ DEFG, ജി കഴിഞ്ഞിട്ടാണ് നമ്മുടെ കീബോർഡിൽ എയും ബിയും വരുന്നത്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. CDEFGAB ഓർത്തോണം. അപ്പൊ സി കണ്ടുപിടിക്കാൻ എളുപ്പമല്ലയോ? ഇപ്പൊ 2 ബ്ലാക്ക്സ് ഏതെങ്കിലും 2 ബ്ലാക്ക്സ് ചൂസ് ചെയ്തിട്ട് അതിന്റെ ലെഫ്റ്റ് ബ്ലാക്കിയുടെ നേരെ താഴെ കാണുന്ന വൈറ്റ് സി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാം നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ സികളെ നമുക്ക് കണ്ടെത്താം. എവിടെ നമുക്ക് നോക്കിയാലും നമ്മൾ സി എന്നുള്ള നോട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ 2 ബ്ലാക്ക് കീസ് എടുക്കുന്നു, അതിന്റെ ലെഫ്റ്റ് ബ്ലാക്കിയുടെ നേരെ താഴെ കാണുന്ന വൈറ്റ് കീ ആണ് സി. അപ്പൊ സി കഴിഞ്ഞാൽ ഡി കഴിഞ്ഞാൽ ഇ കഴിഞ്ഞാൽ എഫ് കഴിഞ്ഞാൽ ജി കഴിഞ്ഞാൽ എ കഴിഞ്ഞാൽ ബി. ഈ ബി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നോക്കിക്കേ 2 ബ്ലാക്ക് കീസിനല്ലേ വരുന്നത്, അവിടെയും വൈറ്റ് കീ, ആ വൈറ്റ് കീ ആണ് സി. ദെൻ CDEFGAB. സോ ഇങ്ങനെയാണ് നമുക്ക് നോട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ യാതൊരു കാരണവശാലും നോട്ട്സ് എഴുതി വെക്കേണ്ട കാര്യം നമുക്ക് വരുന്നില്ല. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ബേസിക് ലെവലിൽ തൊട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നത്.